നവാമുകുന്ദ ക്ഷേത്രത്തിലെത്തിയ നടി ഉർവശി തനിക്ക് ലഭിച്ച ആദ്യ ശ്രീ നവാമുകുന്ദ കീർത്തി പുരസ്കാരം സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ. മലയാള സിനിമയിൽ ഇത്ര കഴിവുള്ള ഒരു നടിയും ഇല്ല എന്നതാണ് നഗ്നമായ സത്യം. അഭിനയിക്കാത്ത ഭാഷാചിത്രങ്ങൾ വളരെ കുറവായിരിക്കും. ഇന്നവരിത തിരുനാവായ ശ്രീ നവാമുകുന്ദന്റെ മണ്ണിലെത്തി ഭഗവാന്റെ പേരിലുള്ള പുരസ്കാരം സ്വീകരിച്ചിരിക്കുന്നു. അതുമൊരു നിയോഗം. 1977 8-ാം വയസ്സിൽ അഭിനയ രംഗത്തെത്തിയ ഉർവശി 1978 റിലീസായ വിടരുന്ന മുട്ടുകൾ എന്ന മലയാള സിനിമയിൽ ആദ്യമായി അഭിനയിച്ചു. സഹോദരി കൽപ്പനയുടെയും ആദ്യ സിനിമ ഇതുതന്നെയായിരുന്നു. അതിനുശേഷം 1979 കതിർമണ്ഡപം എന്ന സിനിമയിൽ ജയഭാരതിയുടെ മകളായി അഭിനയിച്ചു. 1980 ശ്രീവിദ്യയുടെ ദിഗ്വിജയം എന്ന സിനിമയിലും ചെറിയ വേഷം ചെയ്തു. 1983 13-ാം വയസ്സിലാണ് ആദ്യമായി നായികയായത്. കാർത്തിക് നായകനായ തുടരും ഉണർവ് എന്ന തമിഴ് ചിത്രത്തിലായിരുന്നു അരങ്ങേറ്റം. 1983 ആ ചിത്രം ഷൂട്ട് ചെയ്തെങ്കിലും 1986 പടം റിലീസായത്. നായികയായി റിലീസായ ആദ്യ ചിത്രം 1983 പുറത്തിറങ്ങിയ മുന്താണെ മുടിച്ച് ആയിരുന്നു. ഈ സിനിമ വൻ വിജയം നേടിയത് ഉർവശിയുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായി. 1984 മമ്മൂട്ടി നായകനായി അഭിനയിച്ച എതിർപ്പുകളാണ് ഉർവശി നായികയായി അഭിനയിച്ച ആദ്യ മലയാള സിനിമ. 1985 1995 കാലഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു ഉർവശി. ഈ കാലയളവിൽ 500-ലധികം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചു. മലയാളം, തമിഴ് എന്നിവ കൂടാതെ തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിലും വേഷമിട്ടു. അഭിനേത്രി മാത്രമല്ല, ഒരു തിരക്കഥാകൃത്തും കൂടിയാണ് ഉർവശി. ഉത്സവമേളം, പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് എന്നീ സിനിമകളുടെ കഥ ഉർവശിയുടേതാണ്. 5 തവണ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട്. ഒരു തവണ തമിഴ്നാട് സംസ്ഥാന അവാർഡും ലഭിച്ചു. 2000 മെയ് 2-നാണ് ഉർവശി പ്രശസ്ത മലയാള സിനിമാ നടൻ മനോജ് കെ ജയനെ വിവാഹം കഴിക്കുന്നത്. 2008 വിവാഹമോചിതയായി. ആ ബന്ധത്തിലെ മകളാണ് തേജാലക്ഷ്മി. പിന്നീട് 2013 ശിവപ്രസാദുമായുള്ള വിവാഹം നടന്നു. അതിലൊരു മകൻ ഇഷാൻ. ഈ മഹാവേദിയിൽ വെച്ച് അവരെ ആദരിച്ചത് ദൈവനിയോഗം തന്നെ. ക്യാഷ് അവാർഡായ 25,000 രൂപയും കീർത്തിപത്രവും സ്വീകരിച്ചുകൊണ്ട് അവർ പറഞ്ഞത്, ഈ തനിമയും സ്വത്വവും എന്നും നിലനിർത്തണമെന്നും എനിക്ക് ഈ നാടുമായി അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും എന്റെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്ത ഇടം കോഴിക്കോടും മലപ്പുറവുമാണെന്നുമാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ പരമേശ്വരന്റെ അധ്യക്ഷതയിൽ സാമൂതിരിയുടെ പ്രതിനിധി ഡോക്ടർ കെ സുജിത് വർമ്മയാണ് ഉർവശിക്ക് പുരസ്കാരം സമ്മാനിച്ചത്. മേൽശാന്തി അരീക്കര ഗിരീഷ് നമ്പൂതിരി, പി സുനന്ദ, നാരായണൻ ഇളയത് എന്നിവരും സന്നിധരായിരുന്നു. ഈ സുന്ദര മുഹൂർത്തത്തിന് സാക്ഷികളാവാൻ ഒട്ടനവധി ഭക്തരും എത്തിച്ചേർന്നു. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.